വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയല്ല ഏറ്റവും വലുത്, വിശ്വാസത്തോടു കൂടെയുള്ള പ്രാർത്ഥനയാണ് വലുത്. വിശ്വാസമില്ലാതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു മറുപടി ഉണ്ടാകണമെങ്കിൽ യഥാർത്ഥമായ വിശ്വാസം ആവശ്യമാണ്. ഇന്ന് ഒട്ടനവധി ആളുകൾ പ്രാർത്ഥിക്കും, എല്ലാ മതസ്ഥരും പ്രാർത്ഥിക്കും, ഈശ്വര വിശ്വാസമുള്ള എല്ലാ മനുഷ്യരും. നിരീശ്വരവാദികൾ ഒഴികെ എല്ലാവരും പ്രാർത്ഥിക്കും. പക്ഷെ നിരീശ്വരവാദികളുടെ അവസാനം ദൈവമേ എന്ന് വിളിച്ചാണ് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പക്ഷേ ഈശ്വര വിശ്വാസമുള്ള എല്ലാവരും പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാത്ത ആരുമില്ല. എല്ലാ മതങ്ങളിലും എല്ലാ മനുഷ്യരിലും അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന. പക്ഷേ പ്രാർത്ഥന അതിൻ്റെ പൂർണ്ണ രൂപഭംഗി ഉണ്ടാകണമെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് ഒരു പൂർണ്ണത ഉണ്ടാകണമെങ്കിൽ വിശ്വാസം വളരെ അത്യന്താപേക്ഷിതമാണ്. ശുദ്ധ വേദപുസ്തകത്തിൽ വിശ്വാസം കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. പ്രാർത്ഥിക്കുന്നെങ്കിൽ വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടു കൂടെ നീ എന്ത് യാചിച്ചാലും എന്ത് കൽപ്പിച്ചാലും അത് സംഭവിക്കുമെന്നാണ് യേശു കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ കാട്ടത്തിയോട് വേരോട് പറഞ്ഞു പോകാൻ വിശ്വാസത്തോടെ കൽപ്പിച്ചാൽ അതങ്ങനെ സംഭവിക്കും. ഈ മലയോട് അങ്ങനെ പോകാൻ കൽപ്പിച്ചാൽ വിശ്വാസത്തോടെ പറയുന്നെങ്കിൽ അതങ്ങനെ സംഭവിക്കും. ഇത് ഈ ഭൂമിയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഒരു ഭാഗമാണ്. ഇതേ അർത്ഥത്തിൽ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അപ്പൊ രോഗസൗഖ്യം ഉണ്ടാകണമെങ്കിൽ, പാപക്ഷമ ഉണ്ടാകണമെങ്കിൽ ഒരു വ്യക്തി യേശുവിനോട് വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിച്ചാൽ മതി. ഇവിടെ യാക്കോബ് പറയുകയാണ്, എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. ശുദ്ധ വേദപുസ്തകത്തിൽ 38 സംവത്സരം രോഗിയായ ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. 18 സംവത്സരം രോഗിയായ മറ്റൊരു വ്യക്തിയെ കാണുന്നുണ്ട്. കുളക്കരയിൽ ദൂതൻ കുളം കലക്കുമ്പോൾ ആ വെള്ളത്തിൽ ആദ്യം ചാടുന്ന അല്ലെങ്കിൽ മുങ്ങുന്ന വ്യക്തി ഏത് വ്യാധിക്കാരനാണെങ്കിലും സൗഖ്യമാകും. അതൊരു വിശ്വാസമാണ്. എന്നാൽ മറ്റൊരു ഭാഗത്ത് വീട്ടിൽ നിന്ന് പുറന്തള്ളി, സമൂഹത്തിൽ നിന്ന് പുറന്തള്ളി, വേണ്ടപ്പെട്ടവരിൽ നിന്ന് പുറന്തള്ളി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സഹോദരി, രക്തസ്രാവക്കാരിയായ സ്ത്രീ. പക്ഷെ അവിടെ വിശ്വാസം മറ്റൊന്നുമില്ല. അവിടെ വിശ്വാസം, ഞാൻ അശുദ്ധയായ ഒരു സ്ത്രീയാണ്. മോശയ്യ ന്യായപ്രമാണം അനുസരിച്ച് രക്തസ്രാവവും കുഷ്ഠരോഗവും അശുദ്ധമായ 2 കാര്യങ്ങളാണ്. അപ്പോൾ രക്തസ്രാവം ബാധിച്ച ഈ സഹോദരി അശുദ്ധയായ ഒരു സഹോദരിയാണെന്നും, ഇവൾ തൊടുന്നത് മറ്റൊരാൾ തൊടാൻ പാടില്ല, ഇവൾ കിടക്കുന്നിടത്ത് മറ്റൊരാൾ കിടക്കാൻ പാടില്ല, ഇവൾ കഴിക്കുന്ന ആഹാരം കഴിക്കുന്ന പ്ലേറ്റിൽ മറ്റൊരാൾക്ക് കഴിക്കാൻ പാടില്ല, അങ്ങനെ അശുദ്ധമായി ഇവളെ മാറ്റി നിർത്തുന്ന ഒരു സമൂഹത്തിൽ അശുദ്ധ 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 എന്ന് പറഞ്ഞ് നടക്കേണ്ട ഒരു കാലഘട്ടത്തിൽ അവളെ ആരെങ്കിലും തൊട്ടാൽ, സ്പർശിച്ചാൽ ആ വ്യക്തിയും അശുദ്ധനാകും അല്ലെങ്കിൽ അശുദ്ധയാകും എന്ന് പഠിപ്പിക്കുന്ന ഒരു ഇരുണ്ട യുഗത്തിൽ ഇവൾ താമസിക്കുകയാണ്. അപ്പോൾ അവൾ സ്വയമേ വിധി എഴുതി, ഞാൻ അശുദ്ധയായ സ്ത്രീയാണ്. ഏറിയൊന്ന് ഞാൻ വൈദ്യന്മാരിൽ ആശ്രയിച്ചു. തനിക്ക് ഇഷ്ടമുള്ളതും തൻ്റെതായ എല്ലാ കാര്യങ്ങളും വസ്തുവകകളൊക്കെ വിറ്റ് പറക്കി അതിൻ്റെ പണം കൊണ്ടുവന്ന് വൈദ്യന്മാരുടെ കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ ഈ രോഗത്തിൽ നിന്ന് എന്നെ വിടുവിക്കണം. പക്ഷേ ഒരു വൈദ്യനും ഈ ഭൂമിയിൽ തന്നെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. സുവിശേഷത്തിൽ അത് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഈ ദീനം ദിവസം തോറും വർദ്ധിക്കുമ്പോൾ അത് വർദ്ധിച്ചു വരികയാണ്.
ഈ ദീനം അവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വേദപുസ്തകത്തിനകത്ത് കാണുന്നത്, ഇവൾ ഒരു കേൾവി കേട്ടു. അത് ആ നാട്ടിലെ വലിയൊരു വൈദ്യനെ പറ്റിയല്ല, നസ്രയനായ രോഗിക്ക് വൈദ്യനായ യേശുവിനെ പറ്റിയാണ്. അവൾ കേട്ട ശബ്ദത്തിന്റെ മുമ്പിൽ അവളൊരു തീരുമാനമെടുക്കുക. അതാണ് അവളുടെ വിശ്വാസം. അവളൊരു തീരുമാനമെടുക്കുകയാണ്, ഞാൻ അശുദ്ധയാണ്, അതുകൊണ്ട് മറ്റൊരാൾ എന്നെ തൊട്ടാൽ അശുദ്ധയാകും അല്ലെങ്കിൽ അശുദ്ധനാകും, അതുകൊണ്ട് യേശു എന്നെ തൊടണ്ട. ഞാനാണെന്ന് പോലും, ഈ രോഗം ബാധിച്ച ഒരാളാണെന്ന് പോലും യേശു അറിയണ്ട. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ ആ തൊങ്ങലിൽ ഞാനൊന്ന് സ്പർശിക്കും, എൻ്റെ വിരൽ കൊണ്ട് ഞാനൊന്ന് തൊടും. അങ്ങനെ ഞാൻ തൊട്ടാൽ, എനിക്ക് തൊടാനൊരു ഭാഗ്യം കിട്ടിയാൽ ഞാൻ സൗഖ്യമാകും എന്ന് ആ സഹോദരി, രക്തസ്രാവക്കാരിയായ ആ സഹോദരി തീരുമാനമെടുത്തു. അത് ഒരു വലിയ വിശ്വാസം. അവൾ വിശ്വസിച്ചത് എന്താണ്? ഞാൻ എൻ്റെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടും. തൊങ്ങലെ തൊട്ട് കഴിയുമ്പോൾ കർത്താവിൻ്റെ ശക്തി തൊങ്ങലിൽ വഴി എൻ്റെ ശരീരത്തിലേക്ക് വരും. അപ്പോൾ ഞാൻ സൗഖ്യമാകും, എൻ്റെ രോഗം മാറും, എൻ്റെ ബ്ലീഡിങ് നിൽക്കും. എന്നെ നിന്ദിച്ച, എന്നെ പരിഹസിച്ച, എന്നെ മാറ്റി നിർത്തിയ, എന്നെ ഇറക്കി വിട്ട സമൂഹത്തിൻ്റെ മുമ്പിൽ, എൻ്റെ മരണം കാണാൻ ആഗ്രഹിച്ച ഒരു കൂട്ടം ആളുകളുടെ മുമ്പിൽ ഞാൻ തലയെടുത്ത് സൗഖ്യമുള്ളവളായി, ഞാൻ വിടുതലുള്ളവളായി, രക്തസ്രാവമില്ലാത്തവളായി, ആരോഗ്യത്തോടെ ഞാൻ മടങ്ങി വരും എന്ന് ഈ സഹോദരി എടുത്ത തീരുമാനം അതൊരു വലിയ വിശ്വാസമായിരുന്നു. അങ്ങനെ വിശ്വസിച്ച് അവിടെ ഇരുന്നു എന്നല്ല അവിടെ കാണുന്നേ. അവൾ വിശ്വസിച്ചത് അവൾ പ്രവൃത്തിയിൽ കൊണ്ടുവന്നു. അവളുടെ ഹൃദയത്തിൽ അവൾ വിശ്വസിച്ചത് അവൾ പ്രവൃത്തിയിൽ എത്തിച്ചു. എങ്ങനെ? അവൾ ആയിരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് യേശുവിൻ്റെ പുരുഷാരത്തിൻ്റെ ഇടയിൽ കൂടെ, അവൾ ആരെയും വെളിപ്പെടുത്താതെ യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു. പക്ഷെ അവിടെ യേശു നിന്നിട്ട് ചോദിക്കുക, എന്നെ തൊട്ടതാര്? ശിഷ്യന്മാര് പറയുന്നു, ഗുരു, അങ്ങ് എന്തായി പറയുന്നേ? ഇത്രയും വലിയ പുരുഷാരം അങ്ങയ്ക്ക് ചുറ്റും തൊട്ടുരുമ്പി നടക്കുമ്പോൾ, കാലെ ചവിട്ടി തോളലിടിച്ച് നടക്കുമ്പോൾ അങ്ങേ തൊട്ടതാര് എന്ന് ചോദിക്കുന്നതിൽ എന്താണ് ഇവിടെ പ്രസക്തി? പക്ഷെ യേശുവിന് പറഞ്ഞ മറുപടി അങ്ങനെയല്ല, എന്നിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടിരിക്കുന്നു. നോക്കിക്കേ, ആ സഹോദരി തൻ്റെ വിശ്വാസത്താൽ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ യേശുവിൽ നിന്നൊരു ശക്തി പുറപ്പെട്ട് അവളെ സൗഖ്യ ആക്കിയത് യേശു തിരിച്ചറിഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോടെ പറയാം, ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് യേശുവേ എന്ന് വിളിച്ചാൽ മതി. യേശുവിലുള്ള വിശ്വാസത്തിൽ നീ ഒന്ന് മുഴുകിച്ചേർന്ന് അങ്ങനെ സൗഖ്യമാക്കും. യാക്കോബ് പറഞ്ഞതുപോലെ, എന്നാൽ വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥന ദീനക്കാരെ സൗഖ്യമാക്കും എന്ന് യാക്കോബ് 5:15 എഴുതിയതുപോലെ, ഇന്ന് ഏത് വ്യാധി പിടിച്ച ഒരു വ്യക്തിയാണെങ്കിലും, ഏത് ദീനം പിടിച്ച വ്യക്തിയാണെങ്കിലും, ഒരുപക്ഷെ നീ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആകാം, അല്ലെങ്കിൽ നീ ഒരു ലിവർ പേഷ്യൻ്റ് ആകാം, അല്ലെങ്കിൽ നീ ഒരു ബ്രെയിൻ പേഷ്യൻ്റ് ആകാം, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ വിഷയത്തിൽ, അല്ലെങ്കിൽ ഞരമ്പുപരമായി, ബോൺപരമായി, ബ്ലഡ് പരമായ വിഷയത്തിൽ, ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ രോഗം ബാധിച്ച് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സമൂഹത്തിൽ നീ ഒറ്റപ്പെട്ട്, കടം കയറി, രോഗം വന്ന് നഷ്ടപ്പെട്ട്, വീട്ടിൽ പോലും നീ ഒരു അധികപ്പറ്റായി കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സന്ദേശം നീ കേൾക്കുന്നതെങ്കിൽ, ഇത് നിമിത്തം നിന്റെ കുഞ്ഞുങ്ങൾ നിന്നെ തഴഞ്ഞേക്കാം, നിന്റെ മാതാപിതാക്കൾ നിന്നെ ഉപേക്ഷിച്ചേക്കാം, സഹോദരങ്ങൾ പോലും വന്നു കയറാതെ നിന്നെ ഉപേക്ഷിച്ചെന്ന് വന്നേക്കാം. എന്നാൽ അതിൻ്റെ ഒക്കെ നടുവിൽ നിന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട് എന്നും, എന്നെ സൗഖ്യമാക്കുന്ന ഒരു യേശു ഉണ്ട് എന്നും ഹൃദയത്തിൻ്റെ അകത്തട്ടിൽ ഒരു വിശ്വാസം പൂവിട്ട്, ആ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിച്ചൊരു പൂ വിരിയുന്നത് പോലെ വിരിഞ്ഞ്
ആ മുട്ട് വിരിഞ്ഞ് പൂവായി മണം പരത്തുന്നത് പോലെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഏടുകളിൽ വിശ്വാസത്തിൽ നീ ഉറച്ചു നിന്നുകൊണ്ട് യേശുവേന്ന് വിളിച്ചു മുട്ടുമടക്കി ഒന്ന് പ്രാർത്ഥിച്ചേ, അല്ല ആ കിടക്കയിൽ കിടന്നൊന്ന് പ്രാർത്ഥിച്ചേ, ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ കർത്താവ് നിന്നെ സൗഖ്യമാക്കും. അപ്പൊ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മതി, ഏത് രോഗവും മാറും. വിശ്വാസത്തോടെ കരഞ്ഞാൽ മതി, കണ്ണുനീരിന് മറുപടിയുണ്ട്. അതാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്, പ്രാർത്ഥനയേക്കാൾ ഏറ്റവും വലിയ എഫക്റ്റ് വിശ്വാസത്തോടു കൂടെയുള്ള പ്രാർത്ഥനയാണ്. ഇപ്പൊ വിശ്വാസമില്ലാത്ത പ്രാർത്ഥന അത് പൊള്ളയായ ഒരു അനുഭവമാണ്. വിശ്വാസമില്ലാത്ത പ്രാർത്ഥന അത് ജീവിതത്തിൽ പരാജയമാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ എബ്രായ ലേഖനം എഴുതുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായ യേശുവിനെ നോക്കാൻ. വിശ്വാസത്തിന്റെ നായകൻ ക്രിസ്തുവാണ്, യേശുവാണ്. യേശുവിനെ നോക്കുക. ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും ഏത് വേദന വരുമ്പോൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക. മനുഷ്യന്റെ മുഖത്ത് നോക്കുമ്പോഴല്ലേ നമ്മൾ പരാജയപ്പെടുന്നേ? മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴല്ലേ നമ്മൾ ക്ഷീണിച്ചു പോകുന്നേ? മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴല്ലേ നമ്മൾ എവിടെയൊക്കെയോ തകർന്നു പോകുന്നേ? എന്നാൽ വിശ്വാസത്തിന്റെ നായകനായ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്ക്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല. അടുത്തൊരു വാക്യം അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സ്ഥലത്ത് കിടപ്പുണ്ട്. ആ വാക്യം ഇങ്ങനെയാ, ആമേൻ, അവന്റെ മുഖം ലജ്ജിച്ചു പോയല്ലേ, ഈ എളിയവർ നിലവിളിച്ചു, യഹോവ അത് കേട്ടു. ഇന്ന് പകൽക്കാലം നിന്റെ നിലവിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്. എൻ്റെ പ്രിയ മാതാവേ, പിതാവേ, കുഞ്ഞേ, സഹോദര, ഞാൻ ഇന്ന് രാവിലെ ആത്മാവി പറയാം, നീ കരയുമ്പോൾ നിന്റെ കണ്ണുനീര് കണ്ട പലരും നിന്നെ മാറിപ്പോയി കാണും. നീ തീർന്നെന്ന് പറഞ്ഞു കാണും, ഇനി എഴുന്നേക്കില്ലെന്ന് പറഞ്ഞു കാണും, നിന്റെ ഗതി അതോ ഗതിയായെന്ന് പറഞ്ഞു കാണും. ഒരുപക്ഷെ കൂടെ ഇരുന്ന് മുട്ടുമുടക്കി പ്രാർത്ഥിക്കേണ്ടവരും കൂടെ ഇരിക്കേണ്ടവരും ആശ്വസിപ്പിക്കേണ്ടവരും തോളിൽ കൈയിടേണ്ടവരും കണ്ണുനീർ ഒപ്പേണ്ടവരും കൈക്ക് പിടിച്ച് നടത്തേണ്ടവരും നിന്നെ കണ്ടിട്ട് കണ്ടില്ല എന്നും നടിച്ചു മാറിപ്പോയേക്കാം. പക്ഷെ ദൈവത്തിന്റെ മുഖത്തേക്ക് നീ നോക്കിയാൽ ഈ എളിയവരായ ജനം നിലവിളിച്ചപ്പോൾ യഹോവ കേട്ടു എങ്കിൽ ഇന്ന് രാവിലെ വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്ക്. എൻ്റെ കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കും. എൻ്റെ യേശു നിന്റെ കണ്ണുനീര് കാണും. എൻ്റെ യേശുവിന് കഴിയാത്തതൊന്നുമില്ല. യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. അതുകൊണ്ട് വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കൂ. പ്രാർത്ഥനയിൽ ഒരു വലിയ മറുപടിയുണ്ട്. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ കർമ്മേലിന്റെ മുകളിൽ അന്യദേവന്റെ ആളുകളെല്ലാം കൂടെ കൂടി, അതായത് കള്ളപ്രവാചകന്റെ ബാലിന്റെ ആളുകളെല്ലാം കൂടെ കൂടി യാഗം നടത്തി. ആ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. ആരുടെ? അവരുടെ ദേവൻ. ബാലേ വരിക എന്ന് പറഞ്ഞ് സ്വയം ദണ്ണിപ്പിച്ചു. കത്തി കൊണ്ടും കല്ലുകൊണ്ടും ശരീരം മുറിച്ച് ചോര വാർന്നൊഴിപ്പിച്ച് നിലവിളിച്ചു. പക്ഷെ അവന്റെ ദൈവം, അവരുടെ ദൈവം എന്ത് ചെയ്തില്ല? വെളിപ്പെട്ടില്ല. ധാരാളം പ്രവാചകന്മാർ, കള്ളപ്രവാചകന്മാർ, ബാലിന്റെ പ്രവാചകന്മാർ നിന്ന് ശരീരം വ്രണപ്പെടുത്തി ശരീരം മുറിച്ച് ചോര വാർന്ന് നിലവിളിച്ച് തലക്കടിച്ച് ഉരുണ്ട് കിടന്ന് നിലവിളിച്ചിട്ടും അവന്റെ ദൈവം വരാതെ ഇരിക്കുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് ഏലിയാവ് മറ്റൊരു സ്ഥലത്ത് മാറി അവരെ എല്ലാം കാണുക ഒരു യാഗപീഠം പണിതു. അതാ വിശ്വാസത്തിന്റെ വർധനവ്. യാഗപീഠം പണിതിട്ട് യാഗപീഠത്തിന്റെ മുകളിൽ വിറകെല്ലാം അടുക്കി. ഈ യാഗപീഠത്തിന് ചുറ്റും തോടുണ്ടാക്കി. ഒരു ചെറിയ തോട് പോലെ ഉണ്ടാക്കി. എന്നിട്ട് ഈ ഏലിയാവ് ചെയ്തത് എന്താ അറിയാമോ? യാഗപീഠത്തിൽ വിറകടുക്കി വെച്ച് യാഗവസ്തുവിനെ അതിന്റെ മുകളിലും വെച്ചു. യാഗം നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചട്ടങ്ങളും പാലിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു വച്ചിട്ട് വെള്ളം കോരിക്കൊണ്ട് വന്ന് യാഗവസ്തുവിനെ ഉൾപ്പെടെ യാഗപീഠവും യാഗത്തിന് കത്തേണ്ട വിറക് മുഴുവനും വെള്ളം കോരി ഒഴിച്ച് നനച്ചു. ഈ ഒഴുകി വന്ന വെള്ളമെല്ലാം കൂടി ഇതിന് ചുറ്റുമുള്ള ചെറിയ തോടിനകത്ത് എന്ത് ചെയ്തു? നിറഞ്ഞ് വെള്ളം പൊങ്ങിക്കിടന്നു. ഇനി യാഗം നടക്കത്തില്ലല്ലോ. വെള്ളത്തിന്റെ മീതെ തീ ഒരിക്കലും കത്തത്തില്ലല്ലോ. കത്തുന്ന തീയെ കെടുത്താനല്ലേ നമ്മൾ ഫയർ എഞ്ചിനെയൊക്കെ സമീപിക്കുന്നത്? ഫയർഫോഴ്സിനെയൊക്കെ അടുത്തൊക്കെ ചെല്ലുന്ന എന്തിനാണ്? കത്തുന്ന തീയെ കെടുത്താനല്ലേ വെള്ളം ഉപയോഗിക്കുക. ഇവിടെ വെള്ളത്തിന്റെ മീതെ തീ ഒരിക്കലും കത്തില്ല എന്ന് നമുക്കറിയാം.
പക്ഷെ വിശ്വാസത്തോടെ ഏലിയാവ് ആ യാഗപീഠത്തിന്റെ ചുവട്ടിൽ മുട്ടുകുത്തി 2 കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു. ഈ ബാലിന്റെ പ്രവാചകന്മാരെ ലജ്ജിപ്പിക്കേണ്ടതിനും ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന് തെളിയിക്കേണ്ടതിനും ഈ നനഞ്ഞു കിടക്കുന്ന യാഗപീഠത്തിലും യാഗവസ്തുവിലും തീ ഇറങ്ങി ദഹിപ്പിക്കണമെന്ന് പറഞ്ഞ് ബാലിന്റെ പ്രവാചകന്മാർ നോക്കി നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയിൽ സ്വർഗത്തിൽ നിന്ന് തീ അങ്ങോട്ട് ഇറങ്ങി വന്ന് നനഞ്ഞു കിടക്കുന്ന വെള്ളത്തിനകത്ത് അങ്ങോട്ട് കത്തിയിട്ട് പെട്രോളിനകത്ത് തീ കത്തുന്നത് പോലെ യാഗപീഠത്തിൽ കിടക്കുന്ന നനഞ്ഞു കിടക്കുന്ന യാഗവസ്തുവിനെ ദഹിപ്പിച്ച് ചാമ്പലാക്കി കളഞ്ഞു. അത് ഭക്തന്റെ വിശ്വാസമാണ്. എന്ന് പറഞ്ഞാൽ നടക്കത്തില്ലെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്ന ആളുകളുടെ മുമ്പിൽ ഒറ്റയ്ക്ക് നിന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ച ഭക്തന്റെ പ്രാർത്ഥനയുടെ വിശ്വാസത്തിന്റെ മുമ്പിൽ സ്വർഗം ചലിച്ചെങ്കിൽ, സ്വർഗം ഇറങ്ങി വന്നെങ്കിൽ, നിങ്ങളെ നോക്കി, നിങ്ങളുടെ സമൂഹത്തെ നോക്കി, നിങ്ങളുടെ വീടിനെ നോക്കി, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി, നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കി ഇനി ഒരു വിടുതലില്ല എന്ന് നോക്കി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ നടക്കത്തില്ലെന്ന് വിധി എഴുതിയ ചില മേഖലകളിൽ തീ കത്തുന്നത് പോലെ, വെള്ളത്തിൽ തീ കത്തുന്നത് പോലെ ഒരു വലിയ വിടുതൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുവാൻ എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വാസത്തോടെ പറഞ്ഞാൽ ഇന്ന് രാവിലെ അങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? നിന്റെ പ്രാർത്ഥനയിൽ അത്ഭുതം നടക്കും. നിന്റെ കൊച്ചിന് ജോലി വേണോ? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിന്റെ കുഞ്ഞുങ്ങൾക്കൊരു വിവാഹം നടക്കണോ? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിനക്ക് കയറിക്കിടക്കാൻ ഒരു വീട് വേണോ? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിനക്ക് സഞ്ചരിക്കാൻ ഒരു വാഹനം വേണോ? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഭൗതികമായ ആത്മീയമായ നന്മകൾ ഉണ്ടാകണമോ? വിശ്വാസത്തോടെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. നനഞ്ഞു കിടക്കുന്ന വെള്ളത്തിനകത്ത്, നനഞ്ഞു കിടക്കുന്ന മണ്ണിനകത്ത്, നനഞ്ഞു കിടക്കുന്ന യാഗപീഠത്തിനകത്ത്, നനഞ്ഞു കിടക്കുന്ന യാഗവസ്തുവിനകത്ത് തീ ഇറങ്ങിയിട്ട് പെട്രോളിനകത്ത് തീ കത്തുന്നത് പോലെ ആ പച്ചവെള്ളത്തിനകത്ത് കത്തി ആ യാഗപീഠത്തിൽ യാഗത്തെ ദഹിപ്പിച്ച് ചാമ്പലാക്കിയെങ്കിൽ നോക്കുക, ശാപത്ത് പറഞ്ഞ് മാറി നിന്ന രോഗാവസ്ഥയിൽ അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ നിന്ന് തൊട്ടപ്പോൾ അവൻ നിന്ദിച്ചവരുടെയും മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ യേശുവിൽ നിന്ന് പുറപ്പെട്ട ശക്തി അവിടെ വിശ്വാസത്താൽ അവനവിടെ രോഗത്തെ മാറ്റിയെങ്കിൽ, വിശ്വാസത്താൽ യാഗപീഠത്തിൽ തീയിറങ്ങിയെങ്കിൽ, വിശ്വാസത്താൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഒരു വിടുതൽ വെളിപ്പെടും. അതിന് യാതൊരു മാറ്റവുമില്ല. ഇന്ന് പകൽ വിശ്വസിച്ച് നിങ്ങൾ ആമേൻ ഏറ്റെടുക്കുക. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കും. കർത്താവെ, വിശ്വാസത്തോട് ഞങ്ങൾ അങ്ങയുടെ സന്നിധി മുട്ടുകുത്തുന്നു. യാക്കോബിന്റെ ലേഖനത്തെ വായിച്ചു. എന്നാൽ വിശ്വാസത്തോടു കൂടെയുള്ള പ്രാർത്ഥന ദീനക്കാരെ സൗഖ്യമാകും, ആ വഴി പാപങ്ങളും മോചിച്ചു തരും എന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ. ആകയാൽ യേശുവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ മുറ്റുമായി ഞങ്ങൾ തരികയാണ്. വിശ്വാസത്തോടെ അങ്ങയുടെ പാദോടത്തിൽ ഞങ്ങൾ വരികയാണ്. അങ്ങയുടെ കൃപ കൊണ്ട് ഞങ്ങളെ മറയ്ക്കണേ അപ്പ. അങ്ങ് ഞങ്ങളുടെ ബലഹീനതകളെ എടുത്തു നീക്കണേ. ഞങ്ങൾ വിശ്വാസത്തോടെ അപ്പച്ചൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ മുട്ടുകുത്തുന്നു. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം എന്ന് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വിശ്വാസത്തോടെ ഞങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ ഞങ്ങളുടെ ഭാവിക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കളുടെ ഫ്യൂച്ചറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടു കൂടെ ഒരാത്മീയ വിടുതലും വിശാലതയും ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടു കൂടെ ഞങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി കർത്താവെ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഞങ്ങളുടെ വിശ്വാസ കൈക്കൊണ്ട് കർത്താവെ, ആ രക്തസ്രാവക്കാരിയുടെ വിശ്വാസത്തെ കൈക്കൊണ്ട് അവൾക്ക് സൗഖ്യം കൊടുത്തതുപോലെ ബാലിൻ്റെ പ്രവാചകന്മാർ നോക്കി നിൽക്കുമ്പോൾ ഏലിയാവിൻ്റെ യാഗപീഠത്തിൽ ഏലിയാവിൻ്റെ വിശ്വാസം കണ്ടിട്ട് തീയിറക്കി യാഗവസ്തുവിനെ ദഹിപ്പിച്ചതുപോലെ കർത്താവെ, ഇന്ന് രാവിലെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ, അവരുടെ തലമുറയിൽ, അവരുടെ ജോലിയിൽ, അവരുടെ സാമ്പത്തികത്തിൽ, അവരുടെ ഭൗതികമായി ആത്മീയമായ മേഖലകളിൽ ഒരു വലിയ ഗ്രോത്ത്, വിശാലത, വളർച്ച ഉണ്ടാകാൻ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി കൊടുക്കണം. ഗ്രേസ് ടിവിക്കായി സ്തോത്രം. വിശാലതയെ കൊണ്ടുവരണം. ദൈവം മാനിക്കണം. അനേകർക്ക് ആശ്വാസമാകണം. കർത്താവ്, ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ
മനസ്സ് തുറന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളുടെ എല്ലാ അടഞ്ഞ വാതിലുകളും യേശു അപ്പച്ചൻ തുറന്നു തരും. നിങ്ങൾ ഈ വർഷം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ വീടിനകത്ത് അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട. യേശു അപ്പ ഇന്ന് പകൽ നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം നിങ്ങളെ മാനിക്കും കേട്ടോ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താട്ടെ. എല്ലാ ദിവസവും 6 മണിക്കും മറ്റുള്ള ദിവസങ്ങളൊക്കെ നടക്കുന്ന മീറ്റിങ്ങുകളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും കേട്ടോ. ഞങ്ങൾ പ്രാർത്ഥിക്കാമേ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് കഴിഞ്ഞ നാളുകളിൽ ആയിരക്കണക്കിന് ജനത്തിന് വിടുതൽ കൊടുത്ത ഒരു മിനിസ്ട്രിയാണ് ഗ്രേസ് TV. വീണ്ടും നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.